അന്യസംസ്ഥാന തൊഴിലാളികൾ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പണിയെടുക്കുന്നതിനെക്കുറിച്ച് ദുഃഖാർത്തരായി അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന അധികാരികൾ ഇതൊന്നു കാണണം. തിരുവനന്തപുരം KSRTC സിറ്റി ഡിപ്പോയിലെ ജീവനക്കാർ വിശ്രമിക്കുന്ന സ്ഥലമാണിത്. പൊളിഞ്ഞു വീഴാറായ കെട്ടിടം പുരാവസ്തു വകുപ്പിന്റെ കീഴിലായതിനാൽ പൊട്ടിയ ഓടിളക്കി മാറ്റണമെങ്കിൽ കൂടി പ്രത്യേക അനുമതി വേണം. മുറികളിൽ പലതിനും വാതിലുകളില്ലാത്തതിനാൽ KSRTC ജീവനക്കാർക്ക് കൂട്ടായി രാത്രിയിൽ പാമ്പുകളും പട്ടികളും എത്തും. അന്യജില്ലകളിൽ നിന്നെത്തുന്ന KSRTCയിലെ ഡ്രൈവർമാർക്കും മെക്കാനിക്കുകൾക്കും തിരുവനന്തപുരം സിറ്റി ഡിപ്പോ ഗ്യാരേജിൽ ഒരുക്കിയിരിക്കുന്ന വിശ്രമമുറിയിലെ ദൃശ്യങ്ങളാണിത്. 260ഓളം ജീവനക്കാരാണ് ഈ മുറികളിൽ താമസിക്കുന്നത്. 8 മണിക്കൂർ ഷിഫ്റ്റ് ആയതിനാൽ ഒരേ സമയം 80 പേരെങ്കിലും ഈ മുറികളിലുണ്ടാവും. കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്നത് ഒരേ വെള്ളം തന്നെ. കക്കൂസുകൾക്കൊന്നും വാതിലില്ലാത്തതിനാൽ പാട്ടുപാടി തെളിഞ്ഞ ഒരുപാട് ഗായകർ ഇവിടെയുണ്ടെന്ന് ഒരു ജീവനക്കാരൻ പറഞ്ഞു. പുതിയ കെട്ടിടം വേണമെന്ന ആവശ്യം പലവട്ടം ഉന്നയിച്ചിട്ടും KSRTC മാനേജ്മെന്റ് കണ്ണടയ്ക്കുകയാണ് ഉണ്ടായതെന്ന് KSRTC ജീവനക്കാരുടെ സംഘടനാ നേതാക്കൾ പറയുന്നു. തൊഴിലാളികളോട് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയായിട്ടാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ നമുക്ക് ചൂണ്ടിപ്പിക്കാനുള്ളത്. സംഘടന ഇതിൽ വളരെ ശക്തമാണ്. ഞങ്ങൾ പല പ്രാവശ്യം ഞങ്ങൾ മന്ത്രി കോൺഫറൻസിൽ ഈ വിഷയം ബന്ധപ്പെട്ട് മാനേജ്മെൻറ്റിന് ഞങ്ങൾ കത്ത് കൊടുക്കുകയും ഈ വിഷയങ്ങൾ ചുണ്ണിക്കാഴ്ചയാണ് ഉടനെ പരിഹരിക്കാമെന്ന് പറയുന്നതല്ലാതെ നാളിതുവരെ ഒരു നടപടിയും മാനേജ്മെൻറ്റ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടില്ല. KSRTCക്ക് ഏറ്റവും അധികം ജീവനക്കാരുള്ള തിരുവനന്തപുരം ഡിപ്പോയിൽ ജീവനക്കാരുടെ ദുരിതങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികാരികൾ. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്താനാണ് ജീവനക്കാരുടെ സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. ക്യാമറമാൻ ഷിജു M. നായർക്കൊപ്പം രഞ്ജിമാർ നായർ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.